കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ അനുഭവപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം മാറുന്നു. കഴിഞ്ഞ 5 വർഷവും ഈ മണ്ഡലത്തിൻ്റെ ഒരു വികസന സാധ്യതകളെക്കുറിച്ച് ഒരു പരിശ്രമവും നടത്താത്ത പാർലമെന്റ് അംഗമാണ് അദ്ദേഹം എന്നതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് കേവലം ഒരു പ്രതിപക്ഷ ആരോപണം മാത്രമല്ല, കോൺഗ്രസിന്റെ അകത്തുള്ള ആളുകൾക്കും ആ സംശയം ആരോപണം. മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു പദ്ധതിയും കൊണ്ടുവരാൻ ഈ പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നിലവിലുള്ള എംപിക്ക് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശബരിമല ക്ഷേത്രം ഈ പാർലമെന്റ് മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ഏതാണ്ട് 6 കോടിയോളം ഭക്തന്മാർ ഓരോ വർഷവും ശബരിമലയിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണക്ക്. ഒരുപക്ഷെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇത്ര കൂടുതൽ തീർത്ഥാടകന്മാരെത്തുന്ന പ്രദേശം ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്നു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിക്കുന്നു. എന്നാൽ ആ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിലവിലുള്ള എംപിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വികസന പദ്ധതികളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ശബരിമല തീർത്ഥാടന കേന്ദ്രത്തോട് ഒരു തരത്തിലുള്ള ശത്രുതാ മനോഭാവം സ്വീകരിച്ചിട്ടുള്ള എംപിയാണ് നിലവിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അത് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ്. ക്ഷേത്ര വികസനം എന്ന് സാധാരണ നിലക്ക് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് ചുറ്റും അല്ലെങ്കിൽ ചുറ്റമ്പലത്തിനകത്തുള്ള ഒരു വികസനത്തെ കുറിച്ചല്ല എല്ലാവരും ചൂണ്ടിക്കാണിക്കും. ശബരിമല ക്ഷേത്രത്തെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കുകയും ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ സാധിക്കും. ഈ ജില്ലയിലെ എല്ലാ റോഡുകളും നവീകരിക്കുന്നു. ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. പത്തനംതിട്ട ജില്ല അനുഭവിക്കുന്ന രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നത്തിനുള്ള പരിഹാരം, ഈ ജില്ലയിലെ നദികളും തോടുകളും അത് ശുദ്ധീകരിച്ച് ഉപയോഗപ്രദമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ, ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, ഇതെല്ലാം തന്നെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശബരിമല വികസനം എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനത്തിലെ വികസനം മാത്രമല്ല, ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീർത്ഥാടന കേന്ദ്രത്തിന് ആവശ്യമായ ഒരു പാക്കേജ് കൊണ്ടുവന്നാൽ ശബരിമലയിൽ മാത്രമല്ല, സന്നിധാനത്തിനകത്തും സന്നിധാനത്തിന് പുറത്തും മലയുടെ താഴെയും ഈ പാർലമെന്റ് മണ്ഡലമാകെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ബൃഹത്തായിട്ടുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷെ അതിന് ഭാവനാസമ്പന്നമായ നേതൃത്വം ഉണ്ടാവണം, താല്പര്യമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണം. അത്തരം ഒരു താല്പര്യവും നിലവിലുള്ള ജനപ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. NDA ഗവൺമെന്റ് കാലത്താണ് ശബരിമല വികസനവുമായിട്ടൊരു പമ്പ ആക്ഷൻ പ്ലാൻ ഉണ്ടായി. അന്ന് വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലോകസഭാ സ്പീക്കറായിരുന്ന ബാലയോഗിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടുകയും ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും പമ്പ ആക്ഷൻ പ്ലാൻ എന്ന പേരിൽ ആ പദ്ധതിയുടെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം അനുവദിക്കുകയും ചെയ്തതാണ്. എന്നാൽ NDA ഗവൺമെന്റ് മാറി UPA സർക്കാർ വന്നപ്പോൾ ആ പമ്പ ആക്ഷൻ പ്ലാൻ അട്ടിമറിക്കപ്പെട്ടു. ഒരു വികസന പ്രവർത്തനം അതിനുശേഷം നടന്നിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോലും നിലവിലുള്ള എംപിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം ശബരിമലയോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് സത്യം.
ശബരിമലയുടെ കവാടമാണ് എരുമേലി. കേരളത്തിലെ മാത്രമല്ല, ഏതാണ്ട് ദക്ഷിണേന്ത്യയിലെ എല്ലാ തീർത്ഥാടകന്മാരും കടന്നു പോകുന്ന വഴിയാണ് എരുമേലി. സ്വാഭാവികമായിട്ടും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ഒരു ഉപകേന്ദ്രം എന്നുള്ള നിലക്കും ശബരിമലയിലേക്കുള്ള കവാടം എന്നുള്ള നിലക്കും ഏറ്റവും കൂടുതൽ വികസന സാധ്യതകൾ ഉണ്ടാകേണ്ട ഒരു പ്രദേശം കൂടിയാണ് എരുമേലി. എരുമേലി ശബരിമലയുമായി ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ ഈ എരുമേലിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ധാരാളം ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നിരുന്നു. പക്ഷെ ഒരു നയാ പൈസ പോലും ഈ എരുമേലിയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അത് ചെയ്യാൻ എംപിക്ക് സാധിച്ചിട്ടില്ല. ഇനി എംപി ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഈ ശബരിമല ക്ഷേത്രത്തിന്റെ കവാടം എന്നുള്ളവർക്ക് എരുമേലിയുടെ വികസനം ഉറപ്പുവരുത്താനും തീർത്ഥാടക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആവശ്യമായ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചോ? അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, ശബരിമലയിലേക്കുള്ള കോടിക്കണക്കിന് തീർത്ഥാടകന്മാരുടെ യാത്ര ചെയ്യുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് എരുമേലിയെ ഒരു തീർത്ഥാടക ഉപകേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ടതായി. അങ്ങനെയാണെങ്കിൽ എരുമേലിയുടെ വികസനത്തിന് വേണ്ടി മാത്രം സ്പെഷ്യൽ പാക്കേജുകൾ അനുവദിപ്പിക്കാൻ വേണ്ടി കഴിയുമായി. അങ്ങനെ ധാരാളം സ്പെഷ്യൽ പാക്കേജുകൾ ഇന്ത്യയുടെ പല ഭാഗത്തായി തീർത്ഥാടക കേന്ദ്രങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതും എംപിയുടെ ഭാഗത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. ശബരി റെയിൽപാതയെ കുറിച്ച് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നും ആ പദ്ധതി കടലാസിലാണ്. ഒരു തരത്തിൽ പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ്. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബോധപൂർവം ശബരിമലയിലേക്കുള്ള റെയിൽപാത അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ചില സ്ഥാപിത താല്പര്യക്കാർ ശബരി റെയിൽപാത അട്ടിമറിക്കുന്നു. ആ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം നൽകുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ പാർലമെന്റ് മെമ്പർ ചെയ്യുന്നത്. ഇന്നേ വരെ പാർലമെന്റിൽ ശബരി റെയിൽപാതയുടെ അവസ്ഥ എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഓരോ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ധാരാളം പുതിയ പാതകളുടെ പഠനത്തെക്കുറിച്ചും സർവേയെക്കുറിച്ചും പറയുമ്പോൾ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലമായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആ പദ്ധതിയുടെ തത്വത്തിലുള്ള പ്രവർത്തനത്തിനുള്ള അനുമതി നേടിയെടുക്കാൻ പോലും ഈ പാർലമെന്റ് മെമ്പർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വികസനത്തിന്റെയും, അത് ശബരി റെയിൽ പദ്ധതി ആയാലും ശരി, ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലായാലും അനുബന്ധ വികസനം നടക്കുന്ന കാര്യത്തിലായാലും ഉപകേന്ദ്രം എന്നതിൽ എരുമേലിയുടെ വികസനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും ഇതിലൊക്കെ തന്നെ കുറ്റകരമായിട്ടുള്ള അലംഭാവയും ശത്രുതാപരമായിട്ടുള്ള മനോഭാവവും സ്വീകരിച്ചു എന്നുള്ളതാണ് നിലവിലുള്ള ജനപ്രതിനിധിക്കെതിരായി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ വികാരം. അദ്ദേഹം ആകെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് ആറന്മുളയിൽ ഒരു വിമാനത്താവളം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലെ സ്വപ്ന പദ്ധതി എന്തെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ആറന്മുളയിലെ വിമാനത്താവളമാണ്. ആറന്മുളക്കാർക്ക് വേണ്ടാത്തൊരു വിമാനത്താവളം അവിടെയുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ കൃഷിയെയും പൈതൃകത്തെയും സംസ്കാരത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിൽ ആറന്മുളയിലെ ജനങ്ങളെ സർവനാശത്തിന്റെ വക്കിലേക്ക് തള്ളിയിട്ടുകൊണ്ടുണ്ടാക്കുന്ന ഒരു വിമാനത്താവളത്തെ സ്വപ്ന പദ്ധതിയായി കൊണ്ടു നടക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കലാണ് ഈ പാർലമെന്റ് അംഗം ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ആറന്മുളയിൽ സമരം നടക്കുകയാണ്. ആ സമരമുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ എംപി തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇനി പത്തനംതിട്ടക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വിമാനത്താവളം വന്നേ മതിയാകൂ എന്ന് ആളുകൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. ഞാൻ നിഷേധിക്കുന്നില്ല.
വിമാനത്താവളമാണ് എല്ലാ വികസനത്തിന്റെയും അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞങ്ങളുടെ പാർട്ടി. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം ഈ മണ്ഡലത്തിലെ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു സ്ഥലങ്ങളിൽ പാർലമെന്റ് മെമ്പറുടെ നേതൃത്വത്തിൽ തരാമല്ലോ. ആറന്മുളയിൽ തന്നെ വിമാനത്താവളം വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു പ്രദേശം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. സർക്കാരിന്റെ പാട്ടഭൂമിയായിട്ടുള്ള 4000-ഓളം ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ്, ഇവിടുത്തെ പല സംഘടനകളും അവിടെ ഒരു വിമാനത്താവളം വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ശബരിമലയുമായിട്ട് ഏറ്റവും അടുത്ത പ്രദേശമാണ്. ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് വിമാനത്താവളമെങ്കിൽ അവിടെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. സർക്കാർ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരാളുടെയും ഒരു ഇഞ്ചി കൃഷിഭൂമി പോലും നഷ്ടപ്പെടില്ല. നമ്മുടെ പൈതൃകത്തെയോ സംസ്കാരത്തെയോ ഒന്നും തകർക്കുന്നില്ല. ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരവും തകർക്കേണ്ട ആവശ്യമില്ല. ഒരു ക്ഷേത്രത്തിന്റെ കുടിമരവും മുറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഒരു കർഷകനെയും കുടിയിറക്കേണ്ട ആവശ്യമില്ല. ഒരു പാവപ്പെട്ട പട്ടികജാതിക്കാരനും അവന്റെ ഭൂമി നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഒന്നുമില്ലാതെ സർക്കാരിന് കേവലം ഒരു മന്ത്രിസഭാ തീരുമാനവും ഒരു ഗവൺമെന്റ് ഓർഡറും ഉണ്ടെങ്കിൽ ഈ ഏക്കർ കണക്കിന് വരുന്ന, ആയിരക്കണക്കിന് ഏക്കർ കണക്കിന് വരുന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. എന്തേ MP അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? അപ്പൊ വിമാനത്താവളമല്ല ആവശ്യം, ആറന്മുളയിലെ പൈതൃകം നശിപ്പിക്കലാണ് MP-യുടെ ആവശ്യം. വികസനമല്ല ആവശ്യം, ആറന്മുളയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ജനങ്ങളുടെ സർവനാശം കാണലാണ് MP-യുടെ ആവശ്യമെന്ന് ഇതിൽ വ്യക്തമാണ്. അതുകൊണ്ട് നിലവിലുള്ള ജനപ്രതിനിധിക്കെതിരായി വലിയ തോതിലുള്ള ജനവികാരം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് BJP-ക്കാരെ പോലെ വോട്ടായി പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കോൺഗ്രസുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ CPM വോട്ടുകൾ കൂടി BJP-ക്ക് ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ നയങ്ങളെയോ സമീപനങ്ങളെയോ തള്ളിപ്പറഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തെ ഇപ്പോഴും LDF-ലെ സ്ഥാനാർത്ഥി തള്ളിപ്പറഞ്ഞിട്ടില്ല. നാളെ ഒരു സന്ദർഭം വന്നാൽ വീണ്ടും UDF-ലേക്കും കോൺഗ്രസിലേക്കും ചേക്കേറാൻ ഊഴം കാത്തു കിടക്കുന്ന ഒരാളെ അയാൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഈ മണ്ഡലത്തിലെ CPM പ്രവർത്തകന്മാരും അനുഭാവികളും ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ വികാരം ഉയരുന്ന ഒരു മണ്ഡലം എന്നുള്ളത് എല്ലാ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും സമാഹരിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. BJP-ക്ക് ഒരു അവസരം കിട്ടിയാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് എരുമേലി ഉൾപ്പെടെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമഗ്രവും സമ്പൂർണമായ വികസനം കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ BJP-ക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുകൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാൻ BJP ആഗ്രഹിക്കുകയാണ്.